എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആവാമെന്ന് വിചാരിച്ചു. കാരണം ഒന്ന് രണ്ട് പേര് നമുക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിൽ പലപ്പോഴും സ്റ്റോക്ക് സെലക്ട് ചെയ്യുന്ന ടൈമിൽ സ്റ്റോക്സ് എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്റ്റോക്കിൻ്റെ ഒരു വാല്യൂഷൻ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് സ്ക്രീനർ എന്ന് പറയുന്നൊരു ഓപ്ഷനിലേക്ക് പോകാറുണ്ട്, അല്ലെങ്കിൽ സ്ക്രീനർ എന്ന് പറഞ്ഞൊരു സൈറ്റിലേക്ക് പോകാറുണ്ട്. സോ ആ സൈറ്റിൽ ഞാൻ എന്തൊക്കെ വാല്യൂസ് ആണ് നോക്കുന്നത്, എന്താണ് അതിൽ ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്യാനുള്ള ഒരു ക്രൈറ്റീരിയ എന്താണ് എന്നൊക്കെ ഒന്ന് രണ്ട് പേര് എന്നോട് സംശയം ചോദിച്ചിരുന്നു. സോ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് ചെറിയ ടോപ്പിക്സ് പറയാമെന്നുള്ള, അതിൽ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കിയുള്ള ടോപ്പിക്സ് എൻ്റെ വരും വീഡിയോസിൽ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ ഇതിൽ നമ്മൾ ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുമ്പോൾ സ്റ്റോക്ക് എവിടെ നിന്ന് കിട്ടും, അല്ലെങ്കിൽ എവിടെ നിന്ന് ഒരു സ്റ്റോക്ക് നമുക്ക് കിട്ടാൻ സാധ്യതകളുണ്ട് എന്നുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. നമുക്കിപ്പോൾ സ്റ്റോക്സ് ഏകദേശം 5600 അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ പരം സ്റ്റോക്സ് അവൈലബിൾ ആണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ. സോ അതിൽ നിന്നും എങ്ങനെ സ്റ്റോക്കുകളുടെ ലിസ്റ്റ് കിട്ടും, ആ സ്റ്റോക്കുകളിൽ എങ്ങനെയാണ് നല്ലൊരു ക്വാളിറ്റി സ്റ്റോക്ക് എങ്ങനെയാണ് എന്നുള്ള കുറേ സംശയങ്ങൾ പലർക്കും ഉണ്ടാവും. സോ എൻ്റെ ഒരു സീരീസ് ഓഫ് കുറച്ച് വീഡിയോസ് ഞാൻ ചെയ്യാം. സോ അതിൽ നിന്നും നിങ്ങൾക്ക് ഉൾക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അതിൽ നിന്ന് പഠിച്ച് മനസ്സിലാക്കാൻ പറ്റിയാൽ നല്ലൊരു കാര്യം എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ അതിന് പ്രധാനപ്പെട്ട ഒരു സ്റ്റോക്കിനെ നമുക്ക് സെലക്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ സ്റ്റോക്കിനെ സെലക്ട് ചെയ്യുന്നതിൽ ഒരു പാർട്ട് ഓഫ് ക്രൈറ്റീരിയ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്താ പറയുക, നമുക്ക് ആ ഒരു വാല്യൂം കൂടെ നോക്കിക്കഴിഞ്ഞാൽ ക്വാളിറ്റിയുള്ള സ്റ്റോക്കാണോ അല്ലയോ എന്നുള്ളത് അറിയാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട ആ ടോപ്പിക്ക് തന്നെ, പേര് തന്നെ PE റേഷ്യോ അഥവാ പ്രൈസ് ടു ഏർണിങ്സ് റേഷ്യോ എന്നാണ് അതിനെ പറയാം. സോ അതിന് എക്സാമ്പിളായിട്ട് ഞാനൊരു മൂന്നാല് സ്റ്റോക്സ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഈ PE റേഷ്യോ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന സ്ക്രീനേഴ്സ് അവൈലബിൾ ആണ്. PE റേഷ്യോ വെച്ചുകൊണ്ട് ആ സ്റ്റോക്ക് ക്വാളിറ്റി ഉള്ളതാണോ അല്ലയോ എന്ന് നമുക്ക് അനലൈസ് ചെയ്യാം. ബട്ട് അത് തന്നെയാണ് ഒരു സ്റ്റോക്കിനെ നല്ലൊരു നിലവാരമുള്ള സ്റ്റോക്ക് ആക്കുന്നത് എന്ന് ഞാൻ പറയുന്നില്ല. അതും ഒരു ഘടകമാണ്. ബട്ട് PE റേഷ്യോ നല്ലൊരു വാല്യൂ ആണ് എന്ന് വെച്ചാൽ ബാക്കിയുള്ള വാല്യൂസ് എല്ലാം താഴെയാണ്, അല്ലെങ്കിൽ നെഗറ്റീവിലാണെങ്കിൽ അതൊരു നല്ല ക്വാളിറ്റി സ്റ്റോക്ക് അല്ല. PE റേഷ്യോ പല കാരണങ്ങൾ കൊണ്ട് വേരിയേഷൻ ഉണ്ടാവും. സോ എന്താണ് PE റേഷ്യോ എന്നുള്ളതാണ് നമ്മളൊരു സ്റ്റോക്കിൽ എന്താണ് PE റേഷ്യോ, അല്ലെങ്കിൽ ആ PE റേഷ്യോ വെച്ചുകൊണ്ട് എങ്ങനെ നമുക്കൊരു സ്റ്റോക്ക് നല്ലതാണോ അല്ലയോ എന്നുള്ളത് അറിയാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. സോ PE റേഷ്യോ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഞാൻ ജസ്റ്റ് എൻ്റെ സ്ക്രീൻ കാണിച്ചു തരാം. PE റേഷ്യോ എന്ന് പറയുന്നത്, നമുക്ക് സ്റ്റോക്കിനൊരു പ്രൈസ് ഉണ്ടാവും. ഇപ്പോൾ റിലയൻസിന്റെ സ്റ്റോക്കിന് അല്ലെങ്കിൽ ഏതൊരു സ്റ്റോക്ക് ആണെങ്കിലും നമ്മൾ വാങ്ങാൻ വേണ്ടി നമ്മളൊരു വാല്യൂ കൊടുത്താണ് നമ്മൾ ആ സ്റ്റോക്ക് വാങ്ങുക. സോ ആ വാല്യൂ ഡിവൈഡഡ് ബൈ ആ സ്റ്റോക്ക് നമുക്ക് തരുന്ന എന്താ പറയുക, ഒരു സ്റ്റോക്കിന്റെ ഷെയറിന്, അല്ലെങ്കിൽ ഒരു ഷെയറിന് തരുന്ന റിട്ടേൺസ്, ഏർണിങ്സ് എന്ന് പറയും. അതിലിപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ ഞാനിവിടെ വാല്യൂസോടെ ടൈപ്പ് ചെയ്യാം, നിങ്ങൾ കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഒരു സ്റ്റോക്ക്, എൻ്റെ ഒരു കമ്പനിയാണ്, ഞാനൊരു കമ്പനിയാണ്. ആ കമ്പനി ഏകദേശം 10,000 ഒരു 5,000 സ്റ്റോക്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. 5,000 സ്റ്റോക്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. 5,000 സ്റ്റോക്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഒരു വർഷം മുതൽ ഈ ഒരു വർഷം വരെ മാക്സിമം ആ കമ്പനി ബിസിനസ് റൺ ചെയ്തതിന് ശേഷം മാക്സിമം ഫോർ എക്സാമ്പിൾ 50,000 റുപ്പീസ് പ്രോഫിറ്റ് ഉണ്ടാക്കി എന്ന് വിചാരിക്കാം. 50,000 രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കി. സോ ഞാനിവിടെ വയ്ക്കാം, 5,000 റുപ്പീസ്, 5,000 ആണ് ആ കമ്പനിക്ക് മൊത്തത്തിലുള്ള ഷെയർസ് അവൈലബിലിറ്റി. 50,000 റുപ്പീസ് ആണ് ഒരു വർഷം കൊണ്ട് ഉണ്ടാക്കിയ പ്രോഫിറ്റ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ 50,000 രൂപ നമുക്ക് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്ത ആ ഒരു ഷെയറുകൾ വാങ്ങിയ ക്ലയൻസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഷെയറുകൾ വാങ്ങിയ ഇൻവെസ്റ്റേഴ്സ് ഉണ്ടല്ലോ, ആ ഇൻവെസ്റ്റേഴ്സിന് വീതിച്ചു കൊടുക്കില്ലേ? സോ ഈ വീതിച്ചു കൊടുക്കുന്നതിൽ ഒരു ഇൻവെസ്റ്ററിന് എത്ര രൂപ തിരിച്ചു കിട്ടുന്നു എന്നുള്ളതാണ് ഏർണിങ്സ് പെർ ഷെയർ കൊണ്ട് സൂചിപ്പിക്കുന്നത്. വിച്ച് മീൻസ് നമ്മളിപ്പോൾ 50,000 രൂപയാണ് വീതിച്ചു കൊടുക്കുന്നത്, 5,000 പേർക്കാണ് വീതിച്ചു കൊടുക്കുന്നതെങ്കിൽ ഒരു സ്റ്റോക്കിന് നമുക്കപ്പോൾ എത്ര കിട്ടും? 10 രൂപ വെച്ച് കിട്ടും. ക്ലിയർ അല്ലേ? സോ EPS ഏർണിങ്സ് പെർ ഷെയർ എന്ന് പറയുന്നത് 10 രൂപയാണ്. സോ ഇവിടെ EPS എന്ന് പറയുന്നത് 10 രൂപയാണ്. സോ ഈ ഏർണിങ്സ് പെർ ഷെയർ നമുക്ക് ഒരു കമ്പനിയിലേക്ക് ഞാൻ ഒരു സ്റ്റോക്ക് വാങ്ങുന്നുണ്ടെങ്കിൽ ആ കമ്പനിയിൽ നിന്നും ഒരു റിട്ടേൺസ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. സോ ഈ റിട്ടേൺസ് ആണ് ഏർണിങ്സ് പെർ ഷെയർ ആയിട്ട് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ വർഷം 50,000 പ്രോഫിറ്റ് ഉള്ളതുകൊണ്ട് എനിക്ക് ഇപ്പോൾ 10 കിട്ടി. അടുത്ത പ്രാവശ്യം എനിക്ക് 30,000 പ്രോഫിറ്റ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ എനിക്ക് അത്രയും കുറഞ്ഞേ കിട്ടത്തുള്ളൂ. അതിന്റെ അടുത്ത വർഷം ചിലപ്പോൾ 1,00,000 രൂപ പ്രോഫിറ്റ് ഉണ്ടാകും. പക്ഷെ അപ്പോഴത്തേക്ക് കമ്പനി ഒരു 10,000 സ്റ്റോക്സും കൂടി ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും എന്റെ ഏർണിങ്സ് പെർ ഷെയർ കുറയും. അങ്ങനെ ഏർണിങ്സ് പെർ ഷെയർ വേരി ചെയ്തുകൊണ്ടിരിക്കും. എന്നാലും പ്രീവിയസ് ആയിട്ടുള്ള ഹിസ്റ്ററി വെച്ച് നോക്കുമ്പോൾ ഏർണിങ്സ് പെർ ഷെയർ നല്ല ക്വാളിറ്റിയിൽ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, ഏർണിങ്സ് പെർ ഷെയർ എവിടെ നോക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. സോ ഏർണിങ്സ് പെർ ഷെയർ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആ കമ്പനി ക്വാളിറ്റിയുള്ള സ്റ്റോക്കാണെന്ന് അർത്ഥം. സോ നമ്മളിവിടെ PE റേഷ്യോ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? പ്രൈസ് വാല്യൂ ഡിവൈഡഡ് ബൈ ഏർണിങ്സ് പെർ ഷെയർ ആണ്. സോ ഏർണിങ്സ് പെർ ഷെയർ താഴെ വരുന്ന ഡിനോമിനേറ്ററിന്റെ വാല്യൂ കൂടുകയാണെങ്കിൽ PE റേഷ്യോ കുറയും. കറക്റ്റ്? സോ PE റേഷ്യോ കുറയുന്ന കമ്പനികളാണ് കുറച്ചും കൂടി നല്ലത്, അല്ലെങ്കിൽ എന്താ പറയുക, ഇനിയൊരു ഏർണിങ്സ് പെർ ഷെയർ നല്ലതായിട്ട് തരുന്നതുകൊണ്ട് തന്നെ അതിലേക്ക് ഇനിയും ഇൻവെസ്റ്റ്മെന്റ്സ് വരാൻ സാധ്യതയുള്ള കമ്പനികൾ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ഫോർ എക്സാമ്പിൾ,
എൻ്റെ സ്റ്റോക്കിൻ്റെ ഇപ്പോൾ ഒരു എയർലൈൻസ് പോലുള്ള ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഓണറാണ് ഞാൻ. എൻ്റെ സ്റ്റോക്കിൻ്റെ വാല്യൂ 1000 രൂപയാണെന്ന് വിചാരിക്കും. 1000 രൂപയാണ്. ഏർണിങ്സ് പെർ ഷെയർ ഈ വർഷത്തെ മൊത്തം ലാഭം ഞാൻ എൻ്റെ ഷെയർസ് ഹോൾഡേഴ്സിന് കൊടുത്തപ്പോൾ അവർക്ക് കിട്ടിയത് ഒരു സ്റ്റോക്കിന് 50 രൂപ വെച്ച് കിട്ടിയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ PE റേഷ്യോ എന്ന് പറയുന്നത് 20 എന്ന് പറയുന്ന വാല്യൂ കിട്ടും. സോ ഈ കഴിഞ്ഞ വർഷം 50,000 രൂപ ലാഭം ഉണ്ടായതിൽ നിന്നാണ് ഞാൻ ഈ പറയുന്ന പ്രോഫിറ്റ് കൊടുത്തതെന്ന് വിചാരിക്കും. ഇതാണ് എൻ്റെ കമ്പനി ഷെയർസ് എങ്കിൽ 50,000 പ്രോഫിറ്റ് കിട്ടിയതെന്നാണ് ഞാൻ ഇത്രയും കൊടുത്തത്. ഫോർ എക്സാമ്പിൾ എനിക്കൊരു 1 ലക്ഷം രൂപ ലാഭം ഉണ്ടായിരുന്നു വിചാരിക്കുക കഴിഞ്ഞ വർഷം. സോ അങ്ങനെ 1 ലക്ഷം രൂപ ലാഭം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ 1 ലക്ഷം രൂപ ലാഭം ഉണ്ടായിരുന്നെങ്കിൽ EPS വാല്യൂ വരുന്നത് 20 രൂപയായിരുന്നു. സോ ഏർണിങ്സ് പെർ ഷെയർ 20 അല്ലല്ലോ, ഒരു സെക്കൻഡ്, അതെ 20 രൂപ. 20 രൂപ എന്ന് പറയുമ്പോൾ എൻ്റെ ഏർണിങ്സ് പെർ ഷെയർ ഞാൻ ഇവിടെ വന്നു 20 രൂപ ഞാൻ ടൈപ്പ് ചെയ്യുമ്പോൾ എൻ്റെ PE റേഷ്യോ 50 എന്ന് പറയുന്ന വാല്യൂലേക്ക് വന്നു. വിച്ച് മീൻസ് കുറഞ്ഞതിൽ നിന്നും കൂടിയതിലേക്ക് പോയി. ഇനി അടുത്ത വർഷം വീണ്ടും ഒരു വർഷം കൂടി ഞാൻ ബിസിനസ് ചെയ്തു. എൻ്റെ കമ്പനിയുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 2 ലക്ഷം രൂപയാക്കി എന്ന് വിചാരിക്കുക. 2 ലക്ഷം രൂപയാവുമ്പോൾ സെയിം 5000 സ്റ്റോക്സിന് ഞാൻ കൊടുക്കുന്ന ഏർണിങ്സ് പെർ ഷെയർ 40 ആയി. സോ 40 ആവുമ്പോൾ നേരത്തെ എനിക്ക് PE റേഷ്യോ 50 ആയിരുന്നു, വാല്യൂ കൂടി നിൽക്കുവാണ്. സോ ഞാൻ ഈ ഏർണിങ്സ് പെർ ഷെയർ 40 രൂപ എന്നുള്ളത് ഞാൻ ഇവിടെ പുട്ട് ചെയ്യുമ്പോൾ എൻ്റെ സ്റ്റോക്ക് പ്രൈസ് അവിടെ തന്നെ നിൽക്കട്ടെ, സ്റ്റോക്ക് പ്രൈസിൽ വേരിയേഷൻ ഒന്നും വന്നില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ PE റേഷ്യോ കുറയുന്നു. വിച്ച് മീൻസ് ഏർണിങ്സ് പെർ ഷെയർ കൂടുന്നതിനനുസരിച്ച് PE റേഷ്യോ കുറയും, അല്ലെങ്കിൽ സ്റ്റോക്ക് വാല്യൂ കുറയുന്നതിനനുസരിച്ചും PE റേഷ്യോ കുറയും. സോ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് വേണ്ടത് ഏർണിങ്സ് പെർ ഷെയർ കൂടുന്ന സ്റ്റോക്കുകളിൽ PE റേഷ്യോ കുറവുള്ള സ്റ്റോക്കുകളാണ് നമുക്ക് കൂടുതലും താല്പര്യം, അല്ലെങ്കിൽ അതിലായിരിക്കും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ്സ് വരാൻ സാധ്യത. സോ ഈ ഒരു ഐഡിയ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് 1-2 എക്സാമ്പിൾസ് നോക്കാം. ഞാനിവിടെ ആദ്യത്തെ എക്സാമ്പിളായിട്ട് ഡിക്സൺ ടെക്നോളജീസ് എടുത്തിട്ടുണ്ട്. ഡിക്സൺ ടെക്നോളജിയുടെ ഒരു കമ്പനി, ആ കമ്പനി 18,832 രൂപയിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ സ്റ്റോക്ക് PE വാല്യൂ വരുന്നത് 202 എന്ന് പറയുന്ന വാല്യൂ ആണ്. 202 എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ ഒരു ആവറേജ് വാല്യൂവിന്റെ നല്ല രീതിയിൽ കൂടുതലാണ്. ഫോർ എക്സാമ്പിൾ നമ്മളെപ്പോഴും വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, PE റേഷ്യോ കമ്പയർ ചെയ്യുമ്പോൾ ഒരു കമ്പനിയുടെ PE റേഷ്യോ വെച്ച് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലുള്ള ഒരു കമ്പനിയാണെന്ന് വിചാരിക്കുക. ആ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലുള്ള ഒരു കമ്പനിയെ നമ്മളൊരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായിട്ട് കമ്പയർ ചെയ്യരുത്. ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലെ കമ്പനി ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ആയിട്ട് തന്നെ കമ്പയർ ചെയ്യുക. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ താഴേക്ക് വന്നാൽ ഡിക്സൺ ടെക്നോളജീസിന്റെ ഇതിൽ നമ്മുടെ കാറ്റഗറിയിൽ വരുന്ന അല്ലെങ്കിൽ ആ ഒരു സെക്ടറിൽ വരുന്ന ബാക്കിയുള്ള കമ്പനിയെ വെച്ച് നോക്കുമ്പോൾ PE റേഷ്യോ ഡിക്സൺ ടെക്നോളജീസ് വളരെ കൂടുതലാണ്. സോ നമ്മളെ സംബന്ധിച്ചോളം PE റേഷ്യോ വളരെ കൂടുതലാണെങ്കിൽ നമ്മളത് ഏർണിങ്സ് പെർ ഷെയർ വളരെ കുറവാണെന്നും അത് പിന്നീട് വലിയ ഇൻവെസ്റ്റ്മെന്റ്സ് വരത്തില്ല എന്നുമായിരിക്കും നമ്മുടെ മൈൻഡിൽ. എന്നാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇൻഡസ്ട്രി സെക്ടർ നോക്കിയാൽ 37 PE റേഷ്യോ വേണ്ടിയിട്ട് നമുക്ക് 202, അത്രയധികം കൂടുതലാണ്. പക്ഷേ ഏർണിങ്സ് പെർ ഷെയറിന്റെ താഴേക്ക് വരുമ്പോൾ നമുക്ക് താഴേക്ക് ഇതിന്റെ എല്ലാ ഡീറ്റെയിലിംഗ് ഉണ്ട്, ക്വാർട്ടർലി റിസൾട്ട്സ് ഉണ്ട്, ഇയർലി റിസൾട്ട്സ് ഉണ്ട്. ഏർണിങ്സ് പെർ ഷെയർ നോക്കിക്കഴിഞ്ഞാൽ 13, 11 EPS ഇൻ റുപ്പീസ് എന്ന് കൊടുത്തിട്ടുണ്ടാവും. 11, 18, 16, 19, 20, 65 എന്നുള്ള വാല്യൂസിലേക്ക് എത്തിയിട്ടുണ്ട്. ഇയർലി നോക്കിയാലും 27, 32, 42, 61, 119 എന്ന് പറയുന്ന ഏർണിങ്സ് പെർ ഷെയർ കൂടുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ പ്രീവിയസ് ഇയേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ ഏർണിങ്സ് പെർ ഷെയർ കൂടുകയാണെങ്കിൽ ആ കമ്പനി നല്ല കമ്പനി എന്ന് പറയാം. ഇനി താഴേക്ക്, ഇനി അതിനെ നമുക്ക് സപ്പോർട്ടിംഗ് ആയിട്ട് ഇത് സ്ക്രീനർ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ആണ്. അതല്ല ട്രെൻഡ് ലൈൻ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റും ഉണ്ട്. ട്രെൻഡ് ലൈൻ വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഡിക്സൺ ടെക്നോളജീസ്, ഞാൻ നേരത്തെ എടുത്തു വെച്ചു വെറുതെ ടൈം വേസ്റ്റ് ചെയ്യണമെന്ന് വെച്ചിട്ട്, ഡിക്സൺ ടെക്നോളജീസ് നമ്മൾ താഴേക്ക് വന്നതിന്റെ ഫുൾ ഡീറ്റെയിലിംഗ് നോക്കുമ്പോഴത്തേക്കും പല വാല്യൂസിലും നല്ല രീതിയിൽ റിട്ടേൺസ് തരുന്ന ഒരു കമ്പനിയാണ്, തന്നുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. ROC, ROE എല്ലാം വളരെ കൂടുതലാണ്. ROC ആൻഡ് ROE എന്താണെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോസിൽ ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ, അതെല്ലാം വളരെ കൂടുതലാണ്. താഴേക്ക് വരുമ്പോൾ നമുക്ക് ജസ്റ്റ് എൻ്റെ ഫൈനൽ ഔട്ട്പുട്ടാണ് അറിയേണ്ടത്. താഴേക്ക് വരുമ്പോൾ ഡിക്സൺ ടെക്നോളജീസ് എന്ന് പറയുന്ന കമ്പനി ലാസ്റ്റ് 1 മന്ത് കൊണ്ട് 27% റിട്ടേൺസ് തന്നു. ലാസ്റ്റ് 1 ഇയർ കൊണ്ട് 198.1% റിട്ടേൺസ് തന്ന ഒരു കമ്പനിയാണ്. വിച്ച് മീൻസ് ലാസ്റ്റ് 1 ഇയറിൽ ഡിക്സൺ ടെക്നോളജീസിന്റെ വാല്യൂ എന്ന് പറയുന്നത് 5,782 രൂപയിൽ നിന്നും ഇപ്പോൾ അത് നിൽക്കുന്ന 18,870 രൂപ. സോ അത്രയധികം പ്രൈസ് റിട്ടേൺസ് തന്നൊരു കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ PE റേഷ്യോ കൂടുതലാണെന്ന് വെച്ചാൽ ഈ കമ്പനി കൊള്ളില്ല എന്ന് പറയാൻ പറ്റില്ല. ഒരു എക്സാമ്പിൾ. അതുപോലെ തന്നെ അടുത്തൊരു എക്സാമ്പിൾ, ABB ഇന്ത്യ ലിമിറ്റഡ് 7,890 രൂപയാണ് കറന്റ് മാർക്കറ്റ് പ്രൈസ്. 99 PE റേഷ്യോ ആയിട്ട് നിൽക്കുന്നത്. 99 ഇൻഡസ്ട്രി PE, ആ മൊത്തം ഇൻഡസ്ട്രിയുടെ ആവറേജ് PE എന്ന് പറയുന്നത് 66-നേക്കാൾ കൂടുതലാണ്. സോ എന്നാൽ അതിന് ROC ഉണ്ടോ? ഉണ്ട്. ROE ഉണ്ടോ? ഉണ്ട്. റിട്ടേൺസ് ഉണ്ട്. പക്ഷേ എന്തുകൊണ്ട് ഈ വാല്യൂ കാണുന്നു? എന്നാൽ താഴേക്ക് വരുമ്പോൾ നമുക്ക് ഈ പറയുന്ന പോലെ ഏർണിങ്സ് പെർ ഷെയറിന്റെ നോക്കാം. ക്വാർട്ടർലി ഏർണിങ്സ് പെർ ഷെയർ എടുത്തു കഴിഞ്ഞാൽ 11, 13, 17, 15, 21, 20, 20 വിച്ച് മീൻസ് അതും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഏർണിങ്സ് പെർ ഷെയർ
ക്വാർട്ടർലിയും കൂടുന്നുണ്ട്, ഇയർലി നോക്കിയാൽ 10, 24, 47, 58, 79 ഇത് ഏതൊക്കെ വർഷം നോക്കിയാൽ 20, 21, 22, 23 എന്ന് പറഞ്ഞ വർഷങ്ങളിലാണ്. സോ ഏർണിംഗ്സ് പെർ ഷെയർ കൂടുന്നുണ്ട്. എന്നിട്ടും ഇതിന്റെ വാല്യൂ കുറയുന്നത് കാരണം എന്താ? പ്രൈസ് കൂടുന്നതുകൊണ്ടാണ്. പ്രൈസ് കൂടുന്നതും നമ്മൾ റിട്ടേൺസ് കിട്ടുന്നുണ്ടുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ട്രെൻഡ് ലൈനിൽ നോക്കുമ്പോൾ, ട്രെൻഡ് ലൈനിൽ വന്ന് നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ ഏറ്റവും താഴെയായിട്ട് നമുക്ക് ഇതിന്റെ ലാസ്റ്റ് റിട്ടേൺസ് നമുക്ക് അറിയാൻ പറ്റും. ലാസ്റ്റ് 1 മന്തിൽ 18% റിട്ടേൺസ്, ലാസ്റ്റ് 3 മന്ത്സിൽ 2% റിട്ടേൺസ്, ലാസ്റ്റ് 1 ഇയറിൽ 63% റിട്ടേൺസ് തന്നിട്ടുണ്ട്. 4,340 നിന്ന സാധനം ഇപ്പൊ 9,150 സോ ഈ പറയുന്ന പോലെ അത്രയധികം റിട്ടേൺസ് തന്ന ഒരു കമ്പനി, പ്രൈസ് എത്രത്തോളം റിട്ടേൺസിൽ, പ്രൈസ് നമുക്ക് എത്രത്തോളം സ്റ്റോക്ക് പ്രൈസ് വാല്യൂ മാറിയ ഒരു കമ്പനി എന്നുള്ള വാല്യൂവിൽ നമുക്ക് ഈ കമ്പനിയെ നമുക്ക് അനലൈസ് ചെയ്താൽ ഇതിലും ഈ പറയുന്നത് പി റേഷ്യോ കൂടുതലാണ് എന്ന് വെച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നില്ല. അടുത്ത് ഓപ്പോസിറ്റ് കണ്ടീഷൻ ഉണ്ട്. പി റേഷ്യോ വളരെ കുറഞ്ഞ സ്റ്റോക്സ് 5.66 നിൽക്കുന്ന ഒരു സ്റ്റോക്കാണ് സൊനാൽ മെർക്കന്റൈൽ. സോ ഈ ഒരു സ്റ്റോക്കിൽ ബുക്ക് വാല്യൂ നോക്കിയേ കറന്റ് മാർക്കറ്റ് പ്രൈസിനാളും ഡബിൾ ആണ്. ROE ROC ഉണ്ട്. താഴേക്ക് വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഡെപ്റ്റ് ഡേയ്സും ഇല്ല. താഴേക്ക് വരുന്ന ഡീറ്റെയിലിംഗ് നോക്കിക്കഴിഞ്ഞാൽ സൊനാൽ ലാസ്റ്റത്തെ 1 ഇയർ റിട്ടേൺസ് ഉണ്ട്, പക്ഷേ ലാസ്റ്റ് 3 മന്ത്സിൽ 37% ആണ് അത് ഫോളോ ചെയ്യുന്നത്. ഏകദേശം 104 നിന്ന് 198 നമ്മൾ ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ പ്രൈസ് നോക്കി ലാസ്റ്റ് 193 നിന്നത് സെപ്റ്റംബറിലാണ്. അത് കഴിഞ്ഞ് മാർക്കറ്റ് നല്ല രീതിയിൽ പ്രൈസ് താഴേക്ക് വന്നു. സോ ഇങ്ങനെ പ്രൈസ് താഴേക്കും വീഴാം. പി റേഷ്യോ നല്ലതാണ് എന്ന് വിചാരിച്ചുകൊണ്ട് പ്രൈസ് താഴേക്ക് വരില്ല എന്നുമില്ല. അതിന്റെ ബാക്കിയുള്ള എന്താ പറയുക കണക്റ്റിംഗ് ആയിട്ടുള്ള ബാക്കിയുള്ള ഡീറ്റെയിൽസും കൂടെ നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്കിതിലൊരു വാല്യൂ ഇൻവെസ്റ്റ്മെന്റ് നടത്തണോ വേണ്ടയോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. സോ മൊത്തത്തിൽ പി റേഷ്യോ ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു കമ്പനിയുടെ മൊത്തം കമ്പനിയുടെ നമുക്കിതിൽ വേറെ 1-2 കാര്യങ്ങൾ ടെക്നിക്കൽ അല്ലാതെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞാൽ പി റേഷ്യോ എന്ന് പറയുന്ന വാല്യൂ, ഫോർ എക്സാമ്പിൾ ഞാൻ ഈ ഒരു ഇത് തന്നെ എടുക്കാം, ഡിക്സൺ ടെക്നോളജീസ് എന്ന് പറയുന്ന സ്റ്റോക്ക് എടുക്കാം. 202 എന്ന് പറയുന്നതാണ് പി റേഷ്യോ. വിച്ച് മീൻസ് എനിക്ക് ഈ ഡിക്സൺ ടെക്നോളജീസിൽ നിന്നും ₹1 എനിക്ക് റിട്ടേൺസ് കിട്ടണമെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് 202 രൂപ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയാലേ കിട്ടത്തുള്ളൂ. അതാണ് പി റേഷ്യോന്റെ ഒറിജിനൽ ഉള്ള വാല്യൂ അല്ലെങ്കിൽ ഒരു മലയാളം മീനിങ് എന്ന് പറയുന്നത്. അതായത് ഒരു കമ്പനിയിലേക്ക് ഞാൻ ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ 202 രൂപ ഞാൻ അങ്ങോട്ട് കൊടുത്താലേ ₹1 എനിക്ക് കിട്ടുന്ന ആ സ്റ്റോക്കിൽ നിന്നും ഞാൻ റിട്ടേൺസ് പ്രതീക്ഷിക്കാൻ അല്ലെങ്കിൽ റിട്ടേൺസ് എനിക്ക് കിട്ടത്തുള്ളൂ. സോ പി റേഷ്യോ എത്രത്തോളം കുറയുന്നു അത്രത്തോളം നല്ലതാണ്. 200 രൂപ കൊടുത്തിട്ട് റിട്ടേൺസ് ₹1 കിട്ടുന്നതാണ് എനിക്ക് നല്ലത്. 5 രൂപയോ 10 രൂപയോ കൊടുത്തിട്ട് ₹1 റിട്ടേൺസ് കിട്ടുന്നതാണ് എനിക്ക് നല്ലത്. കുറഞ്ഞ വാല്യൂ ആണ് നല്ലത്. സോ പി റേഷ്യോ കുറയുന്നത് തന്നെയാണ് നല്ലത്. എന്ന് വെച്ച് പി റേഷ്യോ കൂടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള കമ്പനി ആയിട്ടുള്ള ബാക്കിയുള്ള വാല്യൂസും കൂടെ നോക്കിയിട്ട് വേണം നമ്മൾ അതിലൊരു ഫൈനൽ കൺഫർമേഷൻ എടുക്കാനായിട്ട്. ഇതൊന്നാമത്തെ കാര്യം. രണ്ടാമത് വേറൊരു ഇതും കൂടെ ഉണ്ട്. 202 രൂപയാണ് പി റേഷ്യോ എന്ന് വെച്ചാൽ അതിനർത്ഥം ഞാൻ ഇതിലിപ്പോൾ എനിക്ക് കിട്ടുന്ന റിട്ടേൺസ് അല്ലെങ്കിൽ മാർക്കറ്റിൽ എനിക്ക് തിരിച്ചു കിട്ടുന്ന ഏർണിംഗ്സ് പെർ ഷെയർ, ഒരു ഷെയറിന്റെ വാല്യൂ എനിക്ക് ഒരു വർഷം കിട്ടുന്ന 120 രൂപയാണ് റിട്ടേൺസ് കിട്ടുന്നത്, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ പ്രോഫിറ്റ് ഷെയർ കിട്ടുന്നത്. സോ 120 രൂപ ഒരു വർഷം കിട്ടുന്നുണ്ടെങ്കിൽ എനിക്ക് ഏകദേശം 202 വർഷം എടുക്കും 18,832 രൂപ എന്ന് പറയുന്നതിന്റെ കറന്റ് മാർക്കറ്റ് പ്രൈസിന്റെ മുതൽ എനിക്ക് തിരിച്ചു കിട്ടാനായിട്ട്. അങ്ങനെ ഒരു വാല്യൂ ഉണ്ട്. കുറച്ചും കൂടി എളുപ്പത്തിൽ പറഞ്ഞാൽ നമുക്ക് മറ്റൊരു സ്റ്റോക്ക് നമുക്ക് പറയാം. ഒരു സെക്കൻഡ്. ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ് ഏതെങ്കിലും ഒരു സ്റ്റോക്ക് എടുക്കാം കേട്ടോ. ഡോക്ടർ റെഡ്ഡി ഇപ്പോഴത്തെ വാല്യൂ 19.8, വിച്ച് മീൻസ് 19.8 രൂപ ഞാൻ അങ്ങോട്ടേക്ക് കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താലേ ₹1 എനിക്ക് റിട്ടേൺസ് കിട്ടത്തുള്ളൂ. അതാണ് അതിന്റെ ആക്ച്വൽ മീനിങ്. 19.8 രൂപ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത് മറ്റ് കമ്പനികളെ വെച്ച് നോക്കുമ്പോൾ, ഇപ്പോൾ ആ ഫാർമസ്യൂട്ടിക്കൽ സെക്ടറിലുള്ള സൺഫാർമ, സിപ്ല, മാൻകൈൻഡ് എന്ന് പറയുന്ന സ്റ്റോക്സ് ഒക്കെ എടുക്കുമ്പോൾ 38 രൂപ ഇൻവെസ്റ്റ് ചെയ്താലേ സൺഫാർമയിൽ നിന്നും എനിക്ക് ₹1 റിട്ടേൺസ് കിട്ടത്തുള്ളൂ. സിപ്ല അതുപോലെ തന്നെ 25 രൂപ ഞാൻ അങ്ങോട്ടേക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്താലേ സിപ്ലയിൽ നിന്നും ₹1 റിട്ടേൺസ് കിട്ടത്തുള്ളൂ. മാൻകൈൻഡ് ഫാർമ 53 രൂപ ഞാൻ ഇൻവെസ്റ്റ് ചെയ്താലേ എനിക്ക് ₹1 റിട്ടേൺ. അതേസമയം ഡോക്ടർ റെഡ്ഡിയിൽ 19 രൂപ കൊടുത്താൽ തന്നെയും എനിക്ക് ₹1 റിട്ടേൺസ് കിട്ടും എന്നാണ് അതിന്റെ ലോജിക്കലി അതിന്റെ മീനിങ് എന്ന് പറയുന്നത്. സോ 19 രൂപ കൊടുത്ത് ₹1 കിട്ടുന്നതാണോ 53 രൂപ കൊടുത്ത് ₹1 എനിക്ക് റിട്ടേൺസ് കിട്ടുന്നതാണോ നല്ലത്? കമ്പാരിറ്റീവ്ലി പി റേഷ്യോ കമ്പാരിറ്റീവ്ലി ഡോക്ടർ റെഡ്ഡി നല്ലതാണെന്ന് നമുക്ക് പറയാം. ഒപ്പം അതിന്റെ ആവറേജ് പി റേഷ്യോ, ഇൻഡസ്ട്രിയുടെ പി റേഷ്യോ 36 അതിനേക്കാളും കുറവാണ് നമ്മുടെ കമ്പനിക്ക് അല്ലെങ്കിൽ ഡോക്ടർ റെഡ്ഡിക്ക് എന്നുള്ളത് നമുക്ക് പറയാം. ഒപ്പം 19 രൂപ ഇതിന്റെ CPS അല്ല EPS എത്രയാന്ന് നോക്കാം. ഇവിടെ ഉണ്ടല്ലോ, തുടക്കത്തിലുണ്ടല്ലോ. ഏർണിംഗ്സ് പെർ ഷെയർ 64 രൂപ. അതായത് എനിക്ക് ഒരു വർഷം ഈ കമ്പനിയിൽ നിന്നും 64 രൂപ റിട്ടേൺസ് കിട്ടുന്നുണ്ടെങ്കിൽ 1270 രൂപ ആകാൻ 19 വർഷം ഞാൻ വെയിറ്റ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ലോജിക്. ഈ 19 എന്ന് പറയുന്നതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ടെന്ന് ഞാൻ പറയുന്നത്. സോ ഈ 19 വർഷം കഴിഞ്ഞാലേ എൻ്റെ ഈ പറയുന്ന 64 രൂപ എനിക്ക് 1270 രൂപ ആകത്തുള്ളൂ. സോ അങ്ങനെയും ഇതിന് അർത്ഥമുണ്ട്. സോ അതുകൊണ്ടാണ് പറയുന്നത് പി റേഷ്യോ എന്ന് പറയുന്ന ഒരു ഫാക്ടറാണ്
ഒരു മറ്റ് പല ഫാക്ടേഴ്സിന്റെ കൂട്ടത്തിലുള്ള ഒരു ഫാക്ടറാണ്. സോ ഇതും കൂടി കൺസിഡർ ചെയ്യുക നിങ്ങളുടെ ഒരു ട്രേഡ് എടുക്കുന്നതിന് മുമ്പ്. എത്രത്തോളം പി റേഷ്യോ കുറയുന്നു അത്രത്തോളം നല്ലതാണ്. ബട്ട് എന്ന് വെച്ച് തീരെ കുറഞ്ഞ സ്റ്റോക്കുകൾ കമ്പയർ ചെയ്യാനും പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഈ പറയുന്ന പോലെ റിട്ടേൺസ് കഴിഞ്ഞ വർഷങ്ങളൊക്കെ നോക്കുമ്പോൾ ചിലപ്പോൾ വളരെ കുറവായിരിക്കും. അതിന്റെ EPS കുറയുന്നതുകൊണ്ട് മാത്രമായിരിക്കില്ല, ചിലപ്പോൾ അതിന്റെ പ്രൈസ് വാല്യൂ ഇടിയുന്നത് കൊണ്ടും എന്താ പറയുക പി റേഷ്യോ കുറയാൻ സാധ്യതയുണ്ട്. സോ പി റേഷ്യോ നോക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും നോക്കി മനസ്സിലാക്കിയിട്ട് വേണം നമ്മളൊരു കമ്പനീനെ ഫൈനൽ ഔട്ട്പുട്ടായിട്ട് കൺസിഡർ ചെയ്യാൻ. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ ടോപ്പിക്. എന്താ പറയുക പി റേഷ്യോ എന്താണെന്നൊരു ഐഡിയ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് എ ലോട്ട്.